മീനാക്ഷി മുഖർജിയുടെ ദി ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ്. ഇത് ആദ്യം പബ്ലിഷ് ചെയ്തേക്കുന്നത് ദി ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ് അവർ നോവൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെയാണ് ദ പെരിഷബിൾ എംപയർ എസ്സേസ് ഓൺ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഈ എസ്സേയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയും പോസ്റ്റ് കൊളോണിയൽ മേക്ക് ഓവറും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ പറയണത്. ഒരു ഇന്ത്യൻ റൈറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് അവരുടെ ഒരു കൊളോണിയൽ നമ്മളെ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ കൊളോണിയൽ ഹാങ് ഓവർ മാറ്റിയിട്ട് അവരുടെ സ്വന്തം വെർണാക്കുലർ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസിൽ എഴുതണോ, അതോ ഈ കോളനൈസേഴ്സിൻ്റെ ലാംഗ്വേജിൽ എഴുതിയൊരു പുതിയ ഐഡൻറ്റിറ്റി ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയെടുക്കണോ, അതോ ഒരു പുതിയ കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് നമ്മളുടെ ഇന്ത്യക്കാരുടെ കൾച്ചറും എത്നിസിറ്റിയും ട്രഡീഷൻസിനൊക്കെ മാച്ച് ആവുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കണോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ എസ്സേസിൽ അനലൈസ് ചെയ്യണം. അതിൽ 6 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് തുടങ്ങണത് രാജാറാവുടെ കാന്തപുര എന്ന് പറഞ്ഞ വർക്കിലെ ആളുടെ ഫോർവേഡ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 1938 എഴുതിയ വർക്ക്. അതിനകത്ത് ആൾ പറയുന്നുണ്ട് ഒരു ലാംഗ്വേജും കൾച്ചറും തമ്മിലുള്ള പ്രശ്നം, അതായത് ലാംഗ്വേജും കൾച്ചറും തമ്മിലുള്ള പ്രോബ്ലം അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. അതായത് നമ്മളുടെ ഇന്ത്യയിലെ മിത്സ്, കൾച്ചറൽ പ്രാക്ടീസസ്, ലെജൻഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാനായിട്ട് ഈ ലാംഗ്വേജിന് പറ്റുന്നില്ല. അതാണ് ഈ ലാംഗ്വേജും കൾച്ചറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അക്വയർ ചെയ്തൊരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഈ പറഞ്ഞ കാര്യങ്ങൾ, മിത്സും കൾച്ചറൽ പ്രാക്ടീസസും ഒന്നും കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത ലാംഗ്വേജ് അല്ല, നമ്മൾ പിന്നീട് അക്വയർ ചെയ്ത ലാംഗ്വേജാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളുടെ ഇൻ്റലക്റ്റിന് മാത്രമേ സ്യൂട്ട് ആവുന്നുള്ളൂ, നമ്മളുടേതായ കാര്യങ്ങളുടെ ഇമോഷൻസിനൊന്നും സ്യൂട്ട് ആവുന്നില്ല ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുപോലെ തന്നെ റീജിയണൽ നോവൽ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ഇങ്ങനെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യാൻ പറ്റാത്തൊരു ലാംഗ്വേജാണ്. അപ്പോൾ ഈ ഒരു റീജിയണൽ ആയിട്ടുള്ളൊരു നോവൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എഴുതിയിട്ട് അത് ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഓഡിയൻസ് അതിനുണ്ടാവണം എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം അത് കൺവേ ചെയ്യാൻ ആ ലാംഗ്വേജിന് പറ്റില്ല, റീജിയണലായിട്ടുള്ള അങ്ങനത്തെ ട്രഡീഷൻസും കാര്യങ്ങളൊന്നും. ഇത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ഇതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലെ റീജിയണൽ ലിറ്ററേച്ചറിനായിട്ട് ഡിഫർ ചെയ്യണത് എങ്ങനെയാണെന്ന് പറയണം. അതായത് ഇപ്പോൾ റീജിയണൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ബംഗാളി, ഹിന്ദി, മറാത്തി അങ്ങനത്തെ ലാംഗ്വേജസിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമുക്ക് കൾച്ചറിൻ്റേതായിട്ടുള്ള ബേർഡൻ അല്ലെങ്കിൽ അങ്ങനത്തെ ടാസ്ക് ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ എഴുതുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു, അത് ആൾക്കാർ വായിക്കുന്നു. പക്ഷെ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷിൽ എഴുതുന്ന റൈറ്റർ ഉണ്ടല്ലോ, അതായത് ഇന്ത്യക്കാരനാണ്, പക്ഷെ അയാൾ എഴുതുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങനെ എഴുതുന്ന റൈറ്റേഴ്സിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ അഡ്രസ്സ് ചെയ്യണത്, ഇപ്പോൾ കേരളത്തിൽ ഒരാൾ മലയാളത്തിൽ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അത് മലയാളികളാണ് വായിക്കുന്നത്, അപ്പോൾ അത് അവർക്ക് സെറ്റാണ്, മനസ്സിലാവും. പക്ഷേ ഈ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇവർ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് വായിക്കുന്ന ആൾക്കാർ ആരായി കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് അവരെ പറഞ്ഞത് കൺവേ ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഓഡിയൻസിനെ സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. പിന്നെ ഈ പെണ്ണ് പറയണമെന്ന് വെച്ചാൽ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇപ്പം ഇങ്ങനെ നമ്മളെ കോളനൈസ് ചെയ്തവരുടെ ലാംഗ്വേജിൽ നമ്മൾ എഴുതാൻ നിൽക്കണം, അപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുള്ളൂ.
അപ്പോൾ നമ്മളുടെ സ്വന്തം പാട്രിയോട്ടിക് ഫീലിങ്സിനെ സുപ്പീരിയറായിട്ട് മറ്റുള്ള ആ ഇംഗ്ലീഷുകാരുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണേണ്ട ആവശ്യം എന്താണ്? അതോ ഈ റൈറ്റേഴ്സൊക്കെ ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ ഇടയിലുള്ള ഫെയിമും അവിടുത്തെ മണിയും കാര്യങ്ങളും അങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അതാണ് സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത്. പിന്നെ ഈ എസ്സേയിൽ സെക്ഷൻ 3 ആണ്. നേരത്തെ പറഞ്ഞ സെക്ഷൻ 2 ആയിരുന്നു. സെക്ഷൻ 3 മീനാക്ഷി മുഖർജി പറയുന്നത് ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന് പറയണത് അധികം പോപ്പുലർ ആവാണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് എത്താണ്ട് കുറേ കാലം നിന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിറ്റററി പ്രൊഡക്ഷന് വേണ്ട ഗ്രൗണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓരോ കൾച്ചറിൻ്റെ വേരിയേഷൻസും ഓരോ ലാംഗ്വേജ് അതിൻ്റെ ഡയലക്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് റൈറ്റിംഗ് അത്ര ഇതാവാണ്ട് നിന്നത് കുറേ കാലം. അതുപോലെ തന്നെ വേറൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒഫീഷ്യൽസിൻ്റെ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ ലാംഗ്വേജ് ആണെന്നൊരു വെപ്പുണ്ടല്ലോ. ഇപ്പം നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാരായാൽ പോലും അവർ ഇൻട്രാക്ട് ചെയ്യണ മുഴുവൻ അവരുടെ വെർനാക്കുലർ ലാംഗ്വേജസിലായിരിക്കും. പിന്നെ വർക്ക് പ്ലേസിലൊക്കെ ഇംഗ്ലീഷൊക്കെ കമ്പൽസറി ആക്കുന്നില്ല, അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും നമ്മളുടെ ആ ഒരു മദർ ടങ്ക് വിട്ടിട്ട് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേർഡൻ ഇപ്പോഴും നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈറ്റേഴ്സിന് അവിടെ നിന്ന് വിടാനും പറ്റണില്ല, എന്നാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സ് അങ്ങനെ ഡെവലപ്ഡ് ആവാണ്ട് നിന്നത്. എക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജുംപ ലഹരി, അനിത ദേശായി, VS നൈപ്പൂൾ, സൽമാൻ റുഷ്ദി അങ്ങനത്തെ ടൈപ്സ് ഓഫ് റൈറ്റേഴ്സിന് കാണാൻ പറ്റും. അവർക്ക് കുറേ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ ഐഡിയാസും ലിറ്റററി സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് ഈ ഇന്ത്യൻനെസ് വിട്ട് പോകാനും അല്ലെങ്കിൽ ഒരു നമ്മളുടെ ലാംഗ്വേജിൽ മാറാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ് എന്ന് ഈ പെണ്ണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ സെക്ഷനിൽ പറയണത്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് അവരുടെ സ്വന്തം പാട്രിയോട്ടിക്കൽ ഫീലിങ്സ് മറന്ന് മറ്റേതിലേക്ക് പോണതാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഫെയിമും പോപ്പുലാരിറ്റിയും മണിയും ഒക്കെ നേടാൻ വേണ്ടി പോണതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ മീനാക്ഷി മുഖർജി കൗണ്ടർ ആർഗ്യൂ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിനെക്കാട്ടിയും കൂടുതൽ ഓഡിയൻസ് ഉള്ള റീജിയണൽ റൈറ്റേഴ്സിനാണ് ഉള്ളത്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവരിങ്ങനെ എഴുതണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ റൈറ്റേഴ്സിന് അവരുടെ ലിറ്റററി ഇത് കിട്ടിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അവരുടെ മദർ ടങ്ക് എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഞാനൊരു മലയാളിയാണെങ്കിലും എനിക്ക് എൻ്റെയിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള കൾച്ചർ അല്ലെങ്കിൽ എനിക്ക് കോമ്പിറ്റൻസ് ഉള്ളത് ലിറ്റററി കോമ്പിറ്റൻസ് ഉള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ എനിക്ക് ആ ലാംഗ്വേജിൽ എഴുതിയാലേ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. റീജിയണൽ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ കുറേ റൈറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. മുൽക്ക് രാജ് ആനന്ദ്, ബാബനി ഭട്ടാചാര്യ, കമല മാർക്കണ്ഡേയ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ട് അവർ ഈ സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവരെയും അറിയിച്ചു. പിന്നെ ഇവിടുത്തെ പ്രശ്നം ഞാൻ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ അത് മലയാളികൾ മാത്രമേ അറിയുന്നുള്ളൂ. അതേസമയം ഞാൻ ഇന്ത്യൻ സൊസൈറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എല്ലാവരിലേക്കും എത്താൻ പറ്റും. അതാണ് റൈറ്റേഴ്സ് അങ്ങനെ എഴുതണമെന്നാണ് മീനാക്ഷി മുഖർജി പറയുന്നത്. ക്ലാസ് ആൻഡ് കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്, പിന്നെ റിലീജിയസ് പ്രശ്നങ്ങൾ, ഇന്ത്യൻ വുമൻ്റെ സഫറിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പോർട്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ കൺട്രീനെ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ശ്രമിക്കുന്നത്, അല്ലാണ്ട് ഒരിക്കലും അവർ മറ്റേ രീതിയിൽ പോണതല്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരു കളക്റ്റീവായിട്ട് ഇവർ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരോ
റീജിയൻ എടുത്ത് നോക്കാണ്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്നുള്ള രൂപത്തിൽ. അതാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. പിന്നെ എസ്സേയുടെ സെക്ഷൻ 4 പറയുന്നത് എന്താ അതായത് ഇംഗ്ലീഷ് നോവലിൻ്റെ പോപ്പുലാരിറ്റി പറയുന്നതാണ് നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ വെച്ചിട്ട്. അതാണ് ഒരു പ്രൈം എക്സാമ്പിളായിട്ട് പറയുന്നത്. എന്താ അതായത് നോൺ വെസ്റ്റേൺ കൾച്ചറൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നൊരു വർക്കാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. അതായത് ഇന്ത്യയുടെ കാര്യമാണല്ലോ പറയുന്നത്, പക്ഷെ അതിന് അത്രയും ഒരു വൈഡ് അക്ലമേഷൻ കിട്ടി ആ വർക്കിന്. അപ്പോൾ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന വർക്കാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് പറയണം. ആളെന്താ വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷുകാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, അത് വെച്ചിട്ട് അങ്ങേര് ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയുടെ കാര്യങ്ങളും ആ ഒരു സ്ട്രക്ചറൊക്കെ ആൾ നന്നായിട്ട് പറഞ്ഞ് അതിനൊരു ഗ്ലോബലൈസ്ഡ് എഫക്റ്റും കൊടുത്തു ആളുടെ നോവലുകൊണ്ട്. പിന്നെന്താ അതായത് ഇന്ത്യൻ ലിറ്റററി പീസിനെ അങ്ങേര് ആ ഒരു ലിറ്റററി ഇതിൽ കൊണ്ടുവച്ചു, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന ആ ഒരു നോവലിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. പിന്നെ പറയുന്നത് തിമോത്തി ബ്രന്നൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്, ന്യൂ തേർഡ് വേൾഡ് കോസ്മോപൊളിറ്റൻസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് 5th സെക്ഷനിൽ പറയുന്നത്. അതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ നോൺ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള റൈറ്റേഴ്സ്, പക്ഷെ അവർ ഇൻ്റർനാഷണൽ ഏരിയയിൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അവർ അവരുടേതായ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ റൈറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്ന ടോപ്പിക്കാണ് തേർഡ് വേൾഡ് കോസ്മോപൊളിറ്റൻസ്. പിന്നെ അതിനകത്ത് വരുന്നതാണ് ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റുകളൊക്കെ. ഇവരെ കോസ്മോപൊളിറ്റൻസും അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽസ് എന്നും വിളിക്കുന്നുണ്ട്. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റ് ഒരു മേജർ തീമായിട്ട് കൊണ്ടുവന്നിട്ട് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളനൈസ്ഡ് കൾച്ചറിൻ്റെ ബുദ്ധിമുട്ടുകളും ഇവരുടെ ട്രഡീഷണൽ ഇതുകളും മിക്സ് ചെയ്ത് അങ്ങനെ മെറ്റഫറിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ പറയാം. അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ വർക്ക്സ്. അങ്ങനെ പറയുമ്പോൾ വെച്ചാൽ ഒരു കൾച്ചറൽ ഹൈബ്രിഡിറ്റിയും പ്രശ്നങ്ങളും മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെന്താ അപ്പോൾ ഇങ്ങനത്തെ റൈറ്റിങ്സ് എന്താ ഐഡിയ ഓഫ് റൂട്ട്ലെസ്നെസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കാണിച്ചു തരുന്ന ടൈപ്സ് ഓഫ് വർക്ക്സ് ആണ്. പിന്നെ 5th സെക്ഷനിൽ പറയുന്നത് 5th സെക്ഷനല്ലേ അല്ല 5th അല്ല ലാസ്റ്റ് സെക്ഷനിൽ പറയുന്നത് എന്താ ഈ ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ഓൾഡർ ജനറേഷനായിട്ടുള്ള ആനന്ദ് രാജാറാവു, നാരായൺ, ഈ പറഞ്ഞ റൈറ്റേഴ്സും അതുപോലെ യങ്ങർ ജനറേഷനായിട്ടുള്ള ഉപമന്യു ചാറ്റർജി, ശശി തരൂർ, അമിതവ് ഘോഷ്, വിക്രം സേത്ത് ഇവരായിട്ട് ഡിഫർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് പറയേണ്ടത്. ഈ ഒരു ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ് ഈ ആദ്യത്തെ ഓൾഡർ ജനറേഷനിലെ ആൾക്കാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അവർ ഇന്ത്യൻനെസ്സിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവെക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഇതാണ് നിൽക്കട്ടെ, അവരങ്ങനെ ചെയ്തു. ഈ യങ്ങർ ജനറേഷൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇന്ത്യൻനെസ്സിനോട് ചേർന്ന് എന്താ പറയുക ഇന്ത്യൻനെസ്സിനോട് ചേർന്ന് നിന്ന് മാത്രമല്ല ഈ അതെനിക്ക് മനസ്സിലായത് അവർ ഈ യങ്ങർ ജനറേഷൻ ഓഫ് റൈറ്റേഴ്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താ ഒരു പോപ്പുലാരിറ്റി നേടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഒരു നോഷൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് ഇൻ്റലക്ച്വൽ കാര്യങ്ങൾക്കും ലിറ്റററി ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയ ലാംഗ്വേജ്, ബാക്കി ലാംഗ്വേജസൊക്കെ ഒരു അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളൊരു നോഷൻ വരാൻ തുടങ്ങി.
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് സെക്ഷൻ നിർത്തണത്.